ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിൽ പോയപ്പോൾ ഉള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നേ. അപ്പോൾ ഞാനും അമ്മയും മോളുമാണ് മാമൻ്റെ വീട്ടിലേക്ക് പോയത്. ഓട്ടോയിലാണ് പോയത്. അടുത്ത് തന്നെയാണ്, ഒരു 2-3 സ്റ്റോപ്പ് വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പോകുമ്പോഴുള്ള കുഞ്ഞു കാഴ്ചകളെന്ന് പറയാൻ അത്രക്കാരൊന്നുമില്ല. അപ്പോൾ ഈ ഒരു സൈഡിലെ ആ സൈഡിലോട്ട് പോയാൽ മലബാർ ക്യാൻസർ സെൻ്ററിലെത്തും. അപ്പോൾ എപ്പോഴും ഉള്ള പോലെ തന്നെ മോള് വണ്ടി കയറിയപ്പോൾ തന്നെ പേടിച്ച് മേൽ കിടന്നിട്ടുണ്ട്. അറിയാലോ, വണ്ടിയിൽ കയറിയാൽ പിന്നെ ആൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഏകദേശം മാമൻ്റെ വീട്ടിലേക്ക് എത്താറായി. ഒരു കുന്നിൻ്റെ മുകളിലാണ് മാമൻ്റെ വീട്. അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ബാക്കി. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ മാമൻ്റെ വീട്. അപ്പോൾ ഞാൻ എത്തിയപ്പാട് തന്നെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ മോളെ ഡ്രസ്സെല്ലാം മാറ്റിക്കൊടുത്ത് അവൾ എന്തോ ഉപ്പേരി എന്തോ കഴിക്കുകയായിരുന്നേ. പിന്നെ മോള് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അടുത്തുണ്ട്, ചിലപ്പോൾ അവളെ വോയിസും കൂടി ഇതിൻ്റെ അകത്ത് പെടും. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ മാമൻ്റെ മോളപ്പരം എന്തെല്ലോ ഫോൺ എടുത്തിട്ടുള്ള കളിയായിരുന്നു. ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് കളിക്കുകയോ അങ്ങനെ എന്തെല്ലോ കളിയായിരുന്നു. പിന്നെ അത് ഞാൻ കുറച്ച് സമയം വീഡിയോ റെക്കോർഡ് ചെയ്ത് മാമൻ്റെ മോളെ പേര് വൈഗ എന്നാണ് കേട്ടോ, ഈ കാണുന്ന കുഞ്ഞിൻ്റെ പേര്. പിന്നെ ഇവക്ക് അവിടെ എത്തിക്കഴിഞ്ഞാൽ അത്ര വലിയ കരച്ചിലൊന്നും ഇല്ലേലും, എന്നാലും ആരടുത്ത് പോവില്ല. ഞാൻ തന്നെ വേണം, എന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കണം. കൈമാറിയിട്ട് അങ്ങനെ ആരടുത്തും പോകുന്ന പരിപാടി ഇവക്കില്ല. ഇവരെ അവിടുന്ന് കളിക്കുന്ന സമയം കൊണ്ട് ഒരിക്കലും ഞാൻ കാണിച്ചു തന്നതാണ് മാമൻ്റെ വീട്ടിലെ പൂന്തോട്ടം. ഇപ്പോൾ ഒന്നും കൂടി പുതിയ വെറൈറ്റി പൂക്കൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ചെടികളെ എണ്ണം എല്ലാം കുറഞ്ഞിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കുറേ പലതരം റോസ് ഉണ്ട്. പിന്നെ 10 മണിയില്ലേ, അതുണ്ട്. അന്ന് ഞാൻ ഒരു പൂന്തോട്ടത്തിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ഇട്ടിരുന്നേ. അന്ന് കുറേ വെറൈറ്റി കളർ പൂവൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് ഇപ്പോൾ വേനൽക്കാലമല്ലേ, ചെടികളൊക്കെ കുറച്ചൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. എന്നാലും ഒട്ടും ഇല്ലാന്നൊന്നുമില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ പൂക്കളെല്ലാം കാണാൻ. ഈ പൂവിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. മറ്റേ ബൊക്കെയെല്ലാം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് കാണാം ആ ടൈപ്പ് കളറ് പൂവ്. പിന്നെ ഇതേപോലെ കുറേ കളർ ചെടികളുണ്ട്. ഇവിടെയുള്ള ആൾക്കാർ കുറച്ച് ചെടിപ്രാന്തന്മാരാണ്. പിന്നെ അമ്മമ്മയും മാമിയൊക്കെ കുറച്ച് ചെടീൻ്റോട് നല്ല എന്താ പറയുക, കുഴിച്ചിടാനും അതിനെ പരിപാലിക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ പിന്നെ എന്തെല്ലോ എന്താ പറയുക, പച്ചക്കറികളോ അങ്ങനത്തെ എന്തെല്ലോ കാണുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഈ ചെടീൻ്റെ പേരൊന്നും എനിക്കറിയില്ല. കുറേ കളർ ചെടികളുണ്ട്. പിന്നെ ഇത് അരിപ്പൂ, ഈ ടൈപ്പിൽ പല കളർ അരിപ്പൂ ഇവിടെ കണ്ടിട്ടുണ്ട്. പിന്നെ റോസ് അങ്ങനെ. പിന്നെ ഇവിടെ ഞാൻ കണ്ടത് താമര ഉണ്ടായിരുന്നു. താമര ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതെവിടെയാണെന്ന് തപ്പി നടക്കുകയാണ് ഞാനിപ്പോൾ. ക്ഷേത്രത്തിലും എല്ലാം കുഴിച്ചിട്ട് കാണാം താമര. മറ്റേ എന്താ വലിയ ബേസിന് പോലത്തെ അതിൽ ഇവിടെ താമര ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതും തപ്പി നടക്കുക ഞാൻ. തപ്പി നടന്ന് അവസാനം താമരേനെ കെട്ടി. താമരേൻ്റെ മുകളിൽ 2 മുട്ടൊക്കെ കാണുന്നുണ്ട്. അടിപൊളിയല്ലേ? വീട്ടിൽ താമരയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ കുറച്ച് പാട് തന്നെയാണ്. അടിപൊളി. ഇതൊക്കെ വലുതായിട്ട് വേണം ഇവരുടെ അടുത്തുനിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകാൻ. പിന്നെ ഞാൻ അവിടെ നല്ല ഭംഗിയാണ് പുറത്തൊക്കെ കാണാൻ. ഞാൻ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം. പിന്നെ ഞാൻ പിന്നെയും മുകളിലേക്ക് പുറത്ത് ഫ്രണ്ട് വ്യൂ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ എന്തെല്ലോ ചെടി വെച്ചിട്ടുണ്ട്. പാമ്പൊന്നും വന്നില്ലെങ്കിൽ രക്ഷ. പിന്നെ ഇവരുടെ ഷോക്കേസിൽ വൈഗക്ക് കുഞ്ഞിലേ കിട്ടിയ ടോയ്സൊക്കെ അവൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവർ പുതിയ വീടൊക്കെ എടുത്തപ്പോൾ ഇങ്ങനെ അറേഞ്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരാളെയും കൂടി കാണിച്ചു തരാം. മോൾക്ക് കളിക്കാൻ കൊണ്ട് കൊടുത്തിയാണ്. അവിടെ കണ്ടപ്പോൾ ഞാൻ എടുത്തു വെച്ചതാണ്. മോളെക്കാട്ടും വലിപ്പമുള്ളൊരു ഡോള്. അതിൻ്റെ ഡ്രസ്സൊക്കെ വേറെ എവിടെയോ പോയി. ഇതിപ്പോൾ വേറെ എന്തോ കവർ ചെയ്തിട്ട് കൊടുക്കുന്നത്. അവൾ അതേ ഹൈറ്റ് കണ്ടോ, അതിനൊന്ന് തൊട്ട് നോക്കുകയാണ്. അവളെ ഷൂ എല്ലാം തൊട്ട് നോക്കുകയാണ്. എൻ്റെ മോളെ ഹൈറ്റിനെക്കാട്ടും ഉണ്ടെന്ന് തോന്നുന്നു. വെയിറ്റും ഉണ്ട് കേട്ടോ.
അവളിങ്ങനെ തലയിൽ വീഴാണ്ട് നോക്കുന്നുണ്ട് ഞങ്ങളെ. കണ്ടിട്ട് അത്ഭുതപ്പെട്ടോക്കെ, ഇത്ര വലിയ ഡോൾ ഇവളെ കയ്യിലില്ല. അതിൻ്റെ മുടിയൊക്കെ വലിച്ചു പറിച്ചെടുക്കുന്ന തോന്നുന്നത്. അപ്പോൾ അമ്മമ്മ വന്നിട്ട് അടുത്ത് എത്തിയിട്ട് ഫോട്ടോ എടുക്കാൻ പറയായിരുന്നു എന്നോട്. രണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ട് ഫോട്ടോ എടുക്കുന്നല്ല. പിന്നെ വൈക പോയിട്ട് ഒരു വലിയ ടെഡിയൊക്കെ എടുത്തിട്ട് കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അതിനെയും കുറേ തൊട്ട് കളിക്കുക അവൾ. ഈ കളി സാധനത്തിൻ്റെ കൂടെ വലിയ ഇൻട്രസ്റ്റ് ഇപ്പോൾ കാണുന്നില്ല. ഈ ഫോണ് വിളിച്ചിട്ട് പോകുന്ന പരിപാടിയാണ് ഇപ്പോൾ കാണുന്നത്. പിന്നെ ഞാൻ വേഗം മുകളിൽ ടെറസിൽ വ്യൂ പോയിൻ്റ് കാണിച്ചു തരാമെന്ന് പറയാം. വ്യൂ പോയിൻ്റ് അല്ല, ഫോണിൽ പക്ഷെ അത്ര ക്ലിയർ ഇല്ല. നേരിട്ടാണ് നല്ല ഭംഗിയാണ്. ഇങ്ങനെ ദൂരെ കുറേ കുന്നും മലയെല്ലാം ഉള്ള പോലെ നല്ല ഭംഗിയാണ് ടെറസിൽ നിന്ന് കാണുന്ന വ്യൂ. അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിട്ട് വേറെ വീഡിയോ ഒന്നും കൂടുതലായിട്ട് എടുത്തിട്ടില്ല, ഇത്രയൊക്കെ തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.